ഈ ചുമച്ച് 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 നടു ഒടിഞ്ഞു എന്ന് പറയുന്ന രീതിയിൽ എത്ര ചികിത്സിച്ചിട്ടും ഭേദമാവാതെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ചില ചുമകളുണ്ട്. ചില അലർജിക്ക് ആയിരിക്കുന്ന ചുമ എന്ന് പൾമണോളജിസ്റ്റുകളൊക്കെ വിധി എഴുതുന്നത്. അത്തരം കുറേ മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയത്ത് മരുന്ന് കഴിക്കുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവുകയും അത് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ അല്ലെങ്കിൽ പഴയതിനേക്കാൾ കൂടുതൽ പ്രയാസപ്പെടുന്ന രീതിയിൽ ആ ഒരു ചുമ നീണ്ടു നിൽക്കുകയും കഫമൊന്നും വരാതെ ഭയങ്കര ഡ്രൈ ആയിട്ട് കുത്തി കുത്തി തൊണ്ട കാറി ചുമച്ചുകൊണ്ടിരിക്കുന്ന ചില കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. പല സമയത്തും നമ്മൾ ഈ തൊണ്ടയിൽ ഇത്തരം പ്രയാസം ഉണ്ടാക്കുന്ന അതുപോലെ ഭയങ്കര അലർജിക് ആയിരിക്കുന്ന ചുമകളുടെയൊക്കെ കേസുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പല സമയത്തും അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്ന അത്തരം കേസുകളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന മനുഷ്യന്മാരുടെയൊക്കെ നമ്മുടെ ഈ സഹനശേഷി എന്ന് പറയുന്നൊരു കാര്യം ഉണ്ടല്ലോ, ടോളറൻസ് ലെവല്. പലപ്പോഴും നമ്മൾക്ക് ചില കാര്യങ്ങൾക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് ആത്മരോഷം ഉണ്ടാക്കുന്ന അത്തരം നമ്മളുടെ ചില ഇമോഷണൽ എലമെൻറ്റുകൾ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കുറ്റബോധം ഫീൽ ചെയ്യുന്ന നമ്മൾ ചെയ്തു പോയ എന്തെങ്കിലും സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള വിട്ടുമാറാത്ത ചില അത്തരം ഇമോഷണൽ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പല സമയത്തും അവർക്ക് ഈ വിട്ടുമാറാത്ത അലർജിക്കായിരിക്കുന്ന ചുമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം കേസുകളിൽ ചെയ്യാറുള്ളത് എന്താണ്, ഏത് ഇമോഷനാണ് ഇവരുടെ ബേസിക് ആയിരിക്കുന്ന ഇമോഷൻ. ചിലപ്പോൾ ചില ആളുകൾ അവരോട് ആരെങ്കിലും അനീതി കാണിച്ചതിനോടൊക്കെയുള്ള ഭയങ്കരമായ അമർഷം ഫീൽ ചെയ്യുന്നതായിരിക്കാം. ചില സമയത്ത് അവർക്ക് അവരോട് തന്നെ ഫീൽ ചെയ്യുന്ന അവർ കുറ്റബോധം കൊണ്ടുള്ള നീറുന്ന ഫീലുകളായിരിക്കാം. അത്തരം ഫീലുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ചുമകൾ മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ വിട്ടുമാറാത്ത നീണ്ടു നിൽക്കുന്ന ചുമയും അലർജിയോട് കൂടിയിരിക്കുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും സ്മൃതി മെഡിറ്റേഷൻ വളരെ ഫലപ്രദമായിട്ട് കാണാറുണ്ട്.